അസ്സലാമു അലൈക്കും. ഇത് പുണ്യങ്ങളുടെ വസന്തകാലം, വിശുദ്ധ ഖുർആൻ അവതീർണമായ റമദാൻ മാസം. നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു സന്മാർഗത്തിലൂടെ എന്ന പരിപാടി. ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. പ്രശ്നസങ്കീർണമായ ജീവിതത്തിൽ മനുഷ്യന് മാർഗദർശനം നൽകുന്നത്, മനസ്സമാധാനം നൽകുന്നത് ദൈവിക സന്ദേശങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ദൈവിക സ്മൃതികൾ മാത്രമാണ്. ഇന്ന് സന്മാർഗത്തിലൂടെ എന്ന പരിപാടി ഇസ്ലാമിക വിജ്ഞാനത്തിലേക്ക് വെളിച്ചം വീശുന്ന സന്ദേശം നൽകുന്നത് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ സാരഥിയും പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനുമായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. അസ്സലാമു അലൈക്കും. പരിശുദ്ധമായ റമദാൻ മാസം അല്ലാഹു മനുഷ്യർക്ക് വേണ്ടി കനിഞ്ഞ് അരുളിയ നന്മയുടെ പുണ്യത്തിന്റെയും എല്ലാം പൂക്കാരമാണ്. ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ദിവസം ഉൾക്കൊള്ളുന്ന ആ മാസം വളരെയധികം സവിശേഷതകളുള്ള ദിനത്തിലാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ ആ പരിശുദ്ധ റമദാൻ ആ മാസത്തിലാണ് നമുക്ക് അള്ളാഹു നൽകിയത്. അതുകൊണ്ട് തന്നെ റമദാൻ മാസത്തിന്റെയും വ്രതാനുഷ്ഠാനത്തിന്റെയും എല്ലാം മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പാപ മോചനത്തിന്റെയും നന്മയുടെയും ദാനധർമ്മങ്ങളുടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും മാസമായി ധാരാളം നന്മകൾ വാരിക്കോരി കൂട്ടാൻ ശ്രമിക്കേണ്ട ഒരു മാസം കൂടിയാണ്. ഇസ്ലാം എന്ന പദത്തിന്റെ വാച്യാർത്ഥം തന്നെ സമാധാനം എന്നാണ്. സമാധാനമാണ് ഇസ്ലാം പ്രഖ്യാപിക്കുന്ന പ്രഥമവും പ്രധാനവുമായ സന്ദേശം. ഈ സന്ദേശം ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തവുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സന്മാർഗത്തിലൂടെ എന്ന പരിപാടിയിൽ ഇസ്ലാമിക സമാധാനത്തിന്റെ സന്ദേശം നൽകുന്ന ഒരു പരിപാടി അവതരിപ്പിക്കുകയാണ്. ഈ പരിപാടി എന്നും നയിക്കുന്നത് ജനാബ് അബ്ദുസ് സമദ് പൂക്കോട്ടൂരാണ്. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും വൈജ്ഞാനിക ലോകത്തെ അറിയപ്പെടുന്ന വ്യക്തിത്വമായ ജനാബ് അബ്ദുസ് സമദ് പൂക്കോട്ടൂർ സംസാരിക്കുന്നു. ഇനി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലയും ഗ്രീൻ സ്റ്റാർ അവതരിപ്പിക്കുന്ന സന്മാർഗത്തിലൂടെ എന്ന പരിപാടി. ഈ പരിപാടിയിൽ കൈരളി പീപ്പിൾ ചാനലിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ അവസരം നൽകിയ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. വിശുദ്ധ റമദാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ ഒരു മാസമാണ്. ഈ വിശുദ്ധ മാസത്തിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ റമദാന്റെ ഒരു സന്ദേശം എന്ന നിലയിൽ നമുക്ക് പകർന്നു നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വൈകാരികതയെക്കുറിച്ചുള്ള ചില സൂചനകളാണ്. മനുഷ്യ സമൂഹം മൊത്തത്തിൽ വൈകാരികതയ്ക്ക് അടിപ്പെടുകയും വിവേകത്തിൽ നിന്ന് പുറകോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇക്കാരണത്താൽ തന്നെ നമ്മുടെ യുവാക്കളിൽ പലരും വഴിതെറ്റുകയും തീവ്രമായ ചില സമീപനങ്ങളിലേക്ക് അവർ കടന്നുപോവുകയും ചെയ്യുന്നത് അപകടകരമായ ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ തന്നെ ആ പദം സമാധാനമാണ് അർത്ഥമാക്കുന്നത്. അനുസരണ എന്ന പദത്തിൽ നിന്നുണ്ടായ, അല്ലെങ്കിൽ അച്ചടക്കം അല്ലെങ്കിൽ സമാധാന ബോധം എന്നതിൽ നിന്നുണ്ടായ ആ ഇസ്ലാം എന്ന പദത്തെപ്പോലും ഇന്ന് തീവ്രവാദത്തിന്റെ ഒരു പ്രതീകമായി സമൂഹത്തിൽ ചിത്രീകരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. മാധ്യമങ്ങൾ പലപ്പോഴും നമുക്കെതിരായി പല പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇപ്പോൾ ലോകമാധ്യമങ്ങൾ തന്നെ മുസ്ലിങ്ങളെ കുറിച്ച് മൊത്തത്തിൽ എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ലെങ്കിലും ഭീകരവാദികളൊക്കെ മുസ്ലിങ്ങളാണ്. നോട്ട് ഓൾ മുസ്ലിംസ് ആർ ടെററിസ്റ്റ് ബട്ട് ഓൾ ടെററിസ്റ്റ് ആർ മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിശാസ്ത്രത്തിലേക്ക് വാർത്തയെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഈയിടെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അധ്യാപകന്റെ കൈവെട്ട് സംഭവവുമായി ബന്ധപ്പെട്ട വളരെ ഗൌരവതരമായ വിഷയം. യഥാർത്ഥത്തിൽ ആ അധ്യാപകൻ ചെയ്തത് 100% തെറ്റാണ് എന്ന് അയാളും അയാളുടെ സമുദായവും അയാളുടെ സ്ഥാപനവും ഉത്തരവാദപ്പെട്ട അന്വേഷണ ഏജൻസികളും ഒക്കെ വളരെ വ്യക്തമായി സമൂഹത്തിന് മുമ്പിൽ തുറന്നു പറയുകയും പരീക്ഷ നിർത്തിവെക്കുകയും അധ്യാപകനെതിരെ നടപടിയെടുക്കുകയും ആ കോളേജ് മാനേജ്മെന്റ് പ്രത്യേകമായി അതിൽ സമൂഹത്തോട് മാപ്പ് പറയുകയും ചെയ്ത സാഹചര്യത്തിൽ ഏതൊരു വ്യക്തിയാണെങ്കിലും ശരി, തെറ്റ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് യഥാർത്ഥത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലുള്ള ഒരു മഹൽ
വ്യക്തിത്വത്തെക്കുറിച്ച് ഒരിക്കലും ആ രീതിയിലുള്ള ഒരു പരാമർശം നടത്താൻ പാടില്ല എന്നൊരു ബോധം അയാൾക്ക് വന്നതുകൊണ്ട് തന്നെയായിരിക്കാം അയാൾ ഖേദം പ്രകടിപ്പിച്ചതും പരീക്ഷ നിർത്തിവെച്ചതും കോളേജ് കമ്മിറ്റി മാപ്പ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, സ്വന്തം പിതൃവ്യനായ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു തആല അൻഹുവിനെ ഉഹദിന്റെ രണാങ്കണത്തിൽ വെച്ച് വളരെ ചതിപ്രയോഗത്തിലൂടെ ചാട്ടുളി എറിഞ്ഞുകൊണ്ട് കൊന്ന വഹ്ഷി എന്ന് പറയുന്ന ഒരു വ്യക്തി, അതുപോലെ തന്നെ പ്രതികാരദാഹത്തോടുകൂടി മരിച്ചു കിടക്കുന്ന ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ കരൾ കടിച്ചെടുത്ത് അത് പറിച്ചെടുത്ത് കടിച്ചു തുപ്പി വളരെ മോശമായ ഒരു സമീപനം ആ മൃതദേഹത്തോട് പോലും കാഴ്ചവെച്ച ഹിന്ദ് എന്ന ഒരു സ്ത്രീ, ഈ രണ്ടുപേർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ ഖേദിച്ച് തിരിച്ചു വന്നപ്പോൾ മാപ്പ് നൽകിയ സംഭവം ഇസ്ലാമിന്റെ ആ മഹാ വ്യക്തിത്വത്തെ ആണെങ്കിൽ ഇസ്ലാമിന്റെ ആ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ മഹത്വം നാം ഉൾക്കൊള്ളുന്നുവെങ്കിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റയാൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അയാളെ ആക്രമിക്കുകയോ അയാൾക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് ഈ ചരിത്രം തെളിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശക്തമായി എതിർത്ത ആളുകളെ പൂർവ്വകാല ചരിത്രത്തിൽ സ്വഹാബത്തെ കൈകാര്യം ചെയ്ത സംഭവങ്ങൾ ധാരാളം ഉണ്ടാകും. ആ സംഭവങ്ങളെ ചെറുതാക്കി കാണിക്കുകയോ അതിന്റെ പ്രാധാന്യം കുറച്ച് കാണിക്കുകയോ അല്ല ചെയ്യുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഈമാന്റെ ഭാഗമാണ്. വിശ്വാസത്തിന്റെ ഭാഗമായ ആ പ്രവർത്തനത്തിന് എന്തെങ്കിലും കോട്ടം തട്ടുമ്പോൾ സ്വാഭാവികമായും അവർ പ്രതികരിക്കുക എന്നത് ഈമാനിൽ നിന്നുണ്ടാകുന്ന വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണമാണ്. പക്ഷെ അത്തരമൊരു പ്രതികരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ തെറ്റ് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നീട് നടത്താൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാപ്പ് നൽകിയ പ്രവർത്തനത്തെക്കുറിച്ച് തെളിയിക്കുന്നത്. മാത്രമല്ല അത്തരമൊരു മാപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകി എന്നത് അന്യ സമുദായാംഗങ്ങളിൽ പോലും വലിയ ഒരു ചർച്ചാ വിഷയമാവുകയും അവർ അത് എടുത്തുദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായി ഇങ്ങനെ ഒരു വ്യക്തിക്ക് മാപ്പ് കൊടുത്തതിന്റെ ഗൌരവം സൂചിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവവിശേഷത്തെ പുകഴ്ത്തിക്കൊണ്ട് കേരളത്തിലെ ഒരു മലയാള കവി പോലും മനോഹരമായി പറഞ്ഞൊരു വാചകം ഇന്നും നമ്മുടെ മനസ്സിൽ വളരെയധികം ശ്രദ്ധേയമായി മാത്രമാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. അദ്ദേഹം പറഞ്ഞ വാചകം, ധീരനാം ഹംസത്തൻ മുഗ്ധഗാത്രം കീറി കുടൽമാല ചാർത്തിയുള്ള ദുഷ്ടയിൽ ദുഷ്ടയാം നാരിയോർക്കും കാരുണ്യശീലൻ മാപ്പു നൽകി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ത്രീയെ പോലും സ്വതന്ത്രയാക്കി, നീച്ചരിൽ നീച്ചയാം നാരിയെയും കാരുണ്യശീലൻ സ്വതന്ത്രയാക്കി എന്നാണ്. ആ സ്വതന്ത്രയാക്കിയത് എന്നിട്ട് അവർ പറഞ്ഞൊരു വാചകമുണ്ട്, ആ കവി KG രാഘവൻ നായർ എന്ന് പറയുന്ന കവി പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു വാചകം അദ്ദേഹം പറഞ്ഞു, ഇത്രയും വലിയ ഒരു ഔദാര്യം അല്ലെങ്കിൽ ഇത്ര വലിയൊരു മാപ്പ് ഈ ഭൂമുഖത്ത് നമുക്ക് എവിടെയും കാണാൻ സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ വാചകം. അപ്പൊ ആ വാചകത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ ഒരു സ്വഭാവ വിശേഷമായി ഈ മാപ്പിനെയാണ്. അത്തരം മാപ്പ് കൊടുത്തത് കൊണ്ട് തന്നെ നബിതങ്ങളെ കുറിച്ച് കൂടുതൽ അദ്ദേഹത്തിന് പറയുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനത്തിന്റെ പ്രതീകമാക്കുവാനും അദ്ദേഹം മുന്നോട്ട് വന്നു എന്നത് നാം വളരെ എടുത്തുദ്ധരിക്കേണ്ടതും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടതുമായ കാര്യമാണ്. ഈ അധ്യാപകന്റെ കൈവെട്ടി എന്നതോടുകൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികാരത്തിന്റെ സമൂഹമായി അല്ലെങ്കിൽ ഒന്നും സഹിക്കാത്തൊരു വൈകാരികതയുടെ സമൂഹമായി ഇസ്ലാമിന്റെ മക്കളെ തെറ്റിദ്ധരിച്ചുവോ എന്ന് നാം തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ വശം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സംഘടനകളും അതുപോലെ തന്നെ മതമേധാവികളും ഈ പ്രവർത്തനം തെറ്റായിപ്പോയി എന്ന് പറയുന്നത്. സത്യത്തിൽ ഇത് ചെയ്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെയുള്ള ഒരു പ്രചോദനം നൽകിയത് ആരാണോ, സംഘടനാപരമായോ അല്ലെങ്കിൽ വൈയക്തികമായോ അവരെ എതിർത്തുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്, മറിച്ച് അങ്ങനെ ഒരു പ്രേരണയിലേക്ക് ചെറുപ്പക്കാരെ കൊണ്ടുവന്നത് ആരുടെ ഉത്ബോധനങ്ങൾ കൊണ്ടാണോ അവർ തീർച്ചയായും അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ സമാധാനം പറയേണ്ടി വരും. കാരണം ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ഇസ്ലാമിന്റെ മൈലേജ് ഒരുപാട് പുറകിലായിട്ടുണ്ട്. പലരും ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, പലരും ഇസ്ലാമിനെ കുറിച്ച് മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട്. സത്യത്തിൽ ആ അധ്യാപകൻ ചെയ്ത നബി സല്ലല്ലാഹു